मोदी के बाप का देश नहीं है ये, हमारा देश है. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അവിടെ പിടിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് തല്ലി ചതച്ചിട്ടും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ നരേന്ദ്രമോദിയുടെ ഭരണഘടനാ വിരുദ്ധത, അമിത്ഷായുടെ ഭരണഘടനാ വിരുദ്ധത. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ BJP-ക്കെതിരെ സംസാരിക്കുന്നത്. ഞാൻ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടാണ്. ഓക്കെ, എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്? പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. നാളെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടി നരേന്ദ്രമോദിയുടെ തന്തക്കും തള്ളക്കും വിളിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിൽ, പിന്നീട് വാർഡന്റെ സ്പീച്ച് ഉണ്ട്. അതിനുശേഷം മെഹർ ഫാത്തിമ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ, നീ മുസ്ലിം അല്ലേടി, മുസ്ലിമായ നീ എന്തിന് BJP എതിർക്കുന്നു, നീ രാജ്യദ്രോഹിയാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ മറുപടി കൊടുക്കാം. പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അതായത് നമ്മളെല്ലാവരും ഒന്നാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്, പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണ്. ആ ദൈവത്തെ നമ്മൾ വ്യത്യസ്ത പേരിൽ നമ്മൾ വിളിക്കുന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഒരു യുവതി ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം വെക്കാം. അതിനുശേഷം മെഹർ ഫാത്തിമ, വാർഡൻ, ഷാഫി പറമ്പിലൊക്കെ പറയുന്ന ഭാഗം ഞാൻ വെക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ, നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഇന്ത്യയുടെ യുവജനത ഈ ചോരയൊഴുക്കി നടത്തുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെ മാത്രം പോരാട്ടമല്ല. എന്നിട്ടും നാളെയുടെ പ്രകാശമാകേണ്ട ഇന്ത്യയുടെ ഭാവിയെയാണ് അവർ തെരുവിലിട്ട് ക്രൂരമായി വലിച്ചു കയറുന്നത്. ഈ പോരാട്ട വീര്യത്തെ പേടിപ്പിച്ചോടിക്കാൻ നോക്കുന്ന അധികാരികൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പൊരുതുന്നത് ബ്രിട്ടീഷ് അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ തകർത്തെറിഞ്ഞ അതേ ധീര ദേശാഭിമാനികളുടെ ചോര നെഞ്ച് തീർന്നവരെയാണ്. നിങ്ങൾ അവിടെ ഒഴുക്കുന്ന ഓരോ ധീരന്റെയും രക്തത്തുള്ളികൾ അടുത്ത ധീരനെ ജനിപ്പിക്കുകയാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനിയും ഇന്ത്യക്കായി ജീവിക്കേണ്ട, നാളെയുടെ ഇന്ത്യയെ പടുത്തുയർത്തേണ്ട യുവതലമുറ തെരുവിൽ ചോരയൊഴുക്കി നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഏത് മണിമന്ത്രത്തിലാണ് മൗനം പൂണ്ടിരിക്കുന്നത്? നെയിം ടാഗ് പോലും വെക്കാത്ത യൂണിഫോം അണിഞ്ഞു വരുന്ന പോലീസുകാരെന്ന് വിളിപ്പേരുള്ള ആൾക്കാർ യുവാക്കളെ തല്ലിച്ചതയ്ക്കുമ്പോൾ നിങ്ങളുടെ നിയമവും ഭരണഘടനയും എവിടെ പോയി? പോലീസാകാൻ ഇനി യൂണിഫോമും നെയിം ടാഗും ഒന്നും വേണമെന്നില്ലേ? കയ്യിൽ ചുവപ്പും മഞ്ഞയും നൂല് കെട്ടിയ ഗുണ്ടകളായാൽ മതിയോ ലാത്തി ചാർജ് നടത്താനുള്ള ലൈസൻസിന് വേണ്ടി? 21 ദിവസമായി സമാധാനപരമായി നടന്നു പോകുന്ന അഹിംസാത്മക പ്രതിഷേധത്തെ ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ ചോരക്കളമാക്കിയത് ഈ പോലീസും ഈ ഭരണകൂടവും ഒക്കെ ചേർന്നാണ്. ജന്തർ മന്ദറിലും തെരുവുകളിലും നമ്മുടെ കുട്ടികളുടെ തലയോട്ടികൾ പിളരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ അധികാരികൾ വ്യാജ പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ചൈന ഫണ്ടെന്നും രാജ്യവിരുദ്ധരെന്നുമുള്ള നിങ്ങളുടെ ആവർത്തിച്ചുള്ള പുകമറകൾ ഇനി ഇവിടെ ചെലവാകില്ല. അതിനൊരു ഉത്തരമാണ് ഇന്നും രാവിലെ അവർ ചോരയിൽ നിന്ന് ഉണർത്തെണ്ണീറ്റ് ആ തെരുവീതികളിലേക്ക് വീണ്ടും ഇറങ്ങി വന്നത്. തെരുവിൽ ചോര ഒഴുക്കുന്നത് തങ്ങളുടെ ഭാവി ഓർത്ത് കണ്ണീരണിഞ്ഞ സാധാരണ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമാണ്. ആളുകളുടെ തലകൾ പൊളിയുന്നു, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും തോളലുകൾ തകരുന്നു. ക്രൂരമായ ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങൾ കൺമുന്നിലാണ് ജ്വലിച്ചു നിൽക്കുന്നത്. എന്തൊക്കെ അസത്യങ്ങൾ പ്രചരിപ്പിച്ചാലും ഇതിൽ നിന്നൊന്നും ഒളിച്ചോടാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായ സാമാന്യ ബോധം പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭരണകൂടമുള്ളത്. ചോദ്യപേപ്പർ ചോർന്നോ? ഉവ്വ് ചോർന്നു. പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നോ? ഉവ്വ് വന്നു. ഇനിയും ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. കാരണം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിലല്ലാതെ സിസ്റ്റം മാറ്റാൻ നിങ്ങൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു സിവിൽ പരീക്ഷ നടത്താൻ എയർഫോഴ്സിനെ വരെ ഇറക്കേണ്ടി വരുന്ന അവസ്ഥയേക്കാൾ വലിയ നാണക്കേട് ഈ ഭരണകൂടത്തിന് വേറെ എന്താണ് വരാനുള്ളത്? ഒരു പൊതുജനം എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ചോദ്യപേപ്പർ ചോർത്തിയും അഴിമതി നടത്തിയും ചെയ്യിക്കുന്ന യോഗ്യതയില്ലാത്ത ഡോക്ടർമാർ നാളെ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ചികിത്സിക്കാൻ പാടില്ല. കോഴ കൊടുത്ത് പരീക്ഷ പാസ്സാകുന്ന അർഹതയില്ലാത്ത എഞ്ചിനീയർമാർ നിർമ്മിക്കുന്ന പാലങ്ങളിലൂടെ റോഡുകളിലൂടെ നമ്മളും നമ്മുടെ കുടുംബവും യാത്ര ചെയ്യാൻ പാടില്ല. അഴിമതിയിലൂടെയും കൃത്രിമത്വത്തിലൂടെയും അധികാരവും ജോലിയും നേടുന്നവർ നാളെ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യജീവനുകളും രാജ്യത്തിന്റെ സുരക്ഷയും ഒക്കെയാണ്. അത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക. രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റിവെച്ച് മനുഷ്യത്വത്തിലും നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട നിമിഷമാണിത്. പരീക്ഷകളിലെ അഴിമതിയുടെ വേരിറക്കാൻ, പഠിച്ച് മിടുക്കരാകുന്ന നമ്മുടെ കുട്ടികൾക്ക് മാത്രം അർഹമായ അവസരം ലഭിക്കാൻ, ഭാവി തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ നിന്നേ തീരും. ഇന്ന് നമ്മൾ ഭരണകൂടത്തോട് ശക്തമായ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നാളെ ഇതിന്റെ പ്രത്യാഘാതം നമ്മളും നമ്മുടെ തലമുറയും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ യുവജനങ്ങളുടെ പ്രതിഷേധത്തെ നിങ്ങൾ അടിച്ചമർത്താൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവർ ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കും. അവരുടെ നേതാക്കളെ നിങ്ങൾ ബലം പ്രയോഗിച്ച് പൂട്ടിവെച്ചാലും നാളെ വീണ്ടും അവരിൽ ഒരാൾ നേതാവായിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് ഇന്ത്യയുടെ ഭാവിയുടെ കാര്യമാണ്. ഓക്കെ പ്രേക്ഷകരെ, ബാക്കി ചർച്ച ചെയ്യാം. ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ മക്കള് പഠിച്ച് രാത്രി ഉറക്കം ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് പഠിക്കുന്നു. അതിനുശേഷം എക്സാമിന് പോകുന്നു. അവർ പാവം 70% 60% മാർക്ക് മേടിക്കുന്നു. എന്നാൽ ബാക്കി ചിലര് ഒരക്ഷരം പോലും പഠിക്കാതെ ഫുൾ A+ നേടുന്നു, 100-ൽ 100% മാർക്ക് നേടുന്നു. എങ്ങനെ? അതായത് എക്സാമിന് ഒരാഴ്ചക്ക് മുമ്പോ 10 ദിവസം മുമ്പോ ഈ പറയുന്ന ചോദ്യ പേപ്പറൊക്കെ BJP സർക്കാർ അവർക്ക് കൈമാറുന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? അതിനെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഇട്ട് തല്ലുന്നത്. വളരെ വളരെ തെറ്റല്ലേ പൊന്നു പ്രേക്ഷകരെ? നിങ്ങൾ ഓരോരുത്തരും കമന്റ് ചെയ്യണം.
ഓക്കെ, നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വേടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം മെഹർ, ഫാത്തിമ, ഷാഫി പറമ്പിൽ കുറെ പേര് സംസാരിക്കുന്നുണ്ട്, അതൊക്കെ വെച്ച് തരാം. നമുക്ക് വേടന്റെ വാക്കുകൾ കേൾക്കാം. വണക്കം. നമ്മളുടെ രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ രാജ്യവിരുദ്ധ കേന്ദ്ര നടപടികൾക്കെതിരെ പാട്ടും പറച്ചിലുമായി ഇന്ന് കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ ഞങ്ങളെല്ലാവരും കൂടുന്നുണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സ്വാഗതം. ഓക്കെ, വേടനെ പോലുള്ള ഒരാളിങ്ങനെ പറഞ്ഞത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് മെഹർ, ഫാത്തിമ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് വെച്ച് തരാം. അതിനു മുമ്പ് നരേന്ദ്രമോദിയെ പഞ്ഞിക്കിടുന്നുണ്ട് ഒരു പെൺകുട്ടി, അത് ജസ്റ്റ് കേൾക്കാം. मोदी के बाप का देश नहीं है, ये हमारा देश है. ये उनके पापा का देश नहीं है. इसको, हमारे देश को सारे हिंदू, मुसलमान, सिख, ईसाई सबने मिलकर बसाया है. सबने कुर्बानियां दी है अपनी. तो यहाँ पर ही किसी का बाप का देश नहीं है जो वो बोले कि भैया आप जैसों की जरूरत नहीं है. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചാൽ യൂട്യൂബിന്റെയും ഒരു മാധ്യമത്തിന്റെ ധർമ്മത്തോടൊരു കാര്യം പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തന്തക്ക് വിളിക്കുന്നത് ശരിയല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇനി വോട്ടിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ആരായാലും അവർക്ക് നിങ്ങൾ വോട്ടിടരുത് പൊന്നുപ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. മെഹർ ഫാത്തിമ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നൊന്നായിട്ട് നമുക്ക് കേൾക്കാം. ജന്തർ മന്ദറിൽ എന്താ നടക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അത്രയും ഇൻജസ്റ്റിസ് അവിടെ നടന്നിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ ഇന്നിവിടെ കണ്ടു. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിൽ ഒരു ഹോസ്റ്റലാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്നത് കുട്ടികളടക്കം ഉപദ്രവിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അതിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇവിടെ ഒരു കുട്ടി എൻ്റെ അടുത്ത് എന്നോട് ചോദിക്കാം, നിനക്ക് ചെറുപ്പത്തിൽ അടിയൊന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എന്നെ വെറുതെ ആവശ്യമില്ലാണ്ടൊന്നും ആരും അടിച്ചിട്ടൊന്നും ഇല്ല. അപ്പൊ ചോദിച്ചു, അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുക, അതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ എന്നെ വെറുതെ ഇങ്ങനെ വന്നോനും പോണോനും ഒന്നും അടിക്കേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒന്നും എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല. ആൻഡ് പുള്ളിക്കാരി വാസ് ലൈക്ക് ഇങ്ങനെയാ പറയുന്നത്, നീറ്റിന്റെയും MBBSന്റെയും ഒന്നും ഫുൾ ഫോം അറിയാത്ത ആൾക്കാർ മാത്രമാണ് അവിടെ പോയി പ്രൊട്ടസ്റ്റിന് ഇരിക്കാന്ന്. നമ്മൾ നീറ്റ് എഴുതുന്ന സമയത്തൊക്കെ അത് ലീക്ക് ആവാറുണ്ട്, പക്ഷെ എന്തിനാ ഇത് ഇപ്പൊ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ പണ്ട് മുന്നേ പരീക്ഷ എഴുതിയവരൊക്കെ എന്താ പൊട്ടന്മാരാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു മൈൻഡ് സെറ്റ് എന്താന്ന്. നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി ആണ്, നമ്മളെല്ലാവരും ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ ചെറുപ്പം തൊട്ട് പറയുന്നതാ. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമല്ല, പറച്ചില് മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അവിടെ പിടിച്ചിട്ട് ഉപദ്രവിച്ചിട്ട് തല്ലി ചതച്ചിട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നും പറയില്ല. ഓക്കെ, മെഹർ ഫാത്തിമ ഇങ്ങനെ പറഞ്ഞതിനാണ് നീ മുസ്ലിം അല്ലേടി, നീ എന്തിനിങ്ങനെ പറയുന്നു എന്ന് പറയുന്നത്, അതും മെഹർ ഫാത്തിമ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടില്ലേ പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ എന്താ പറയണമെന്ന് അറിയാം, ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഞാൻ BJPക്കെതിരെ സംസാരിക്കുന്നത്, ഞാൻ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടാണ്, കേരളത്തിൽ നോ BJP ആയതുകൊണ്ടാണ് ഞാനാണെങ്കിൽ BJPക്കെതിരെ സംസാരിക്കുന്നത്. അവിടെ റിലീജിയൻ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ മണ്ണാണോ തിന്നുന്നത്? അവിടെ അത്രയും ആൾക്കാർ ഉപദ്രവിച്ചിട്ട് അത്രയും ആൾക്കാരെ കൊന്നു തിന്നിട്ട് എങ്ങനെ ഇതൊക്കെ ഭയങ്കര ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ പറ്റുന്നേ? നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങളത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുവോ? അവിടെ നിങ്ങൾ ഈ മതവും ഇതും കൊണ്ടുവരുമോ? നിങ്ങൾ മുസ്ലിമാണ്, വേറെ മതത്തിൽ നിന്നുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമോ? കേരളത്തിൽ നമ്മൾ BJPനെ അടുപ്പിക്കാത്തതിന്റെ കാര്യം ഇപ്പം മനസ്സിലായില്ലേ? പുച്ഛം, വെറും പുച്ഛം എന്ന് പറഞ്ഞാൽ അത്ര പുച്ഛം. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, മെഹർ ഫാത്തിമ പറഞ്ഞതിലാണ് ഇവിടെ ശരിയുള്ളത്. എന്തിന്റെ കേടാണ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിന്റെ കേടാണ്, എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? ഇതിപ്പോ എല്ലാവരും ഇപ്പോ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്, നമ്മൾ എല്ലാവരും പ്രതികരിക്കണം. നമ്മൾ BJPക്കാരും പ്രതികരിക്കണം. എൻ്റെ പൊന്നു BJPക്കാരുടെ ഒരു കാര്യം പറയാം, നിങ്ങളെ മക്കൾ കോളേജിലേക്ക് പോകുന്നില്ലേ? നിങ്ങളെ മക്കൾക്കും ഇത് ബാധിക്കും. അതായത് ഇത് കിട്ടുന്നത്, ഈ ചോദ്യ പേപ്പറൊക്കെ കിട്ടുന്നത് ഉന്നത വലിയ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കാണ്. സാധുവായ ഒന്നുമില്ലാത്ത നിങ്ങളെ മക്കൾക്ക്, നിങ്ങൾ ചിലപ്പോൾ BJPക്കാരായിരിക്കും, നിങ്ങളെ മക്കൾക്ക് ഒന്നും കിട്ടത്തില്ല. അത് കിട്ടുന്നത് വലിയ ഡേഞ്ചറാണ്. ഇപ്പൊ നിങ്ങൾ പറയും ആ ചോദ്യ പേപ്പർ, ഇപ്പൊ കട്ട ചോദ്യ പേപ്പറിൽ അവർ പാസ്സായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അവരെടുക്കുന്ന പണിയിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടാവോ? ഇന്ത്യ എന്ന രാജ്യം തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാവില്ലേ? നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം ആകെ തകരാറിലായിരിക്കുകയാണ്. നമ്മുടെ പരീക്ഷാ നടത്തിപ്പിൽ ഇപ്പോൾ കുട്ടികൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. അവരിൽ പലരും മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയാണ്. അതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. സ്വന്തം ഭാവി തന്നെ ഇരുട്ടിലായ ഒരു തലമുറയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സമരം ഒട്ടും തന്നെ അക്രമാസക്തമായിരുന്നില്ല കേട്ടോ. അവരവിടെ നിരാഹാരം കിടക്കുകയായിരുന്നു. ആ നിരാഹാര സമരത്തോട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചത് നോക്കൂ. ഒരു ജനാധിപത്യ
ജനാധിപത്യ സർക്കാരാണെങ്കിൽ സമരം ചെയ്യുന്നത് ആരുമായി കൊള്ളട്ടെ അവരെ കേൾക്കാൻ തയ്യാറാകണം. എന്നാൽ മോഡി സർക്കാരോ അങ്ങനെ ഒരു സമരം നടക്കുന്നു എന്ന് കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഒന്നിനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി അതിനെ അവഗണിക്കുക എന്നതാണല്ലോ. ആ തന്ത്രമാണെന്നേ മോദി സർക്കാർ ഇപ്പോൾ പയറ്റുന്നത്. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് ഈ സമരത്തെക്കുറിച്ച് ഒറ്റയക്ഷരം മിണ്ടരുത് എന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്നാണ്. ആരെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരിച്ചു പോയാൽ പിന്നെ അത് വാർത്തയാകും, സമരം ലെജിറ്റിമൈസ് ചെയ്യപ്പെടും. അപ്പോൾ അത്ര സൂക്ഷ്മമായാണ് കേന്ദ്ര സർക്കാർ ഈ സമരത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നിരാഹാരം കിടന്ന സോനം വാങ്ചുക് എന്ന സാമൂഹ്യ പ്രവർത്തകനെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇന്നിപ്പോൾ നാം കണ്ടത് പോലീസിനെ കൊണ്ട് സമരക്കാരെ തല്ലിത്തകർക്കാൻ നോക്കുന്നതാണ്. എന്നിട്ട് മറുവശത്ത് യുവജനങ്ങൾ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രകീർത്തിക്കുന്നതാണ്. എന്തൊരു ഇരട്ടത്താപ്പാണിത്. ഓക്കെ പോലും പ്രേക്ഷകരെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എതിർക്കണം, ഇത് വലിയൊരു ഡേഞ്ചർ ആണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.